പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ടൈറ്റിൽ ഇട്ടതിനെ കുറിച്ചാണോ ചോദിച്ചത്? ആ, അതിന്റെ ഉത്തരവാദിത്വം ഷാരിസിന്റെയും ബിന്റോടെ ഇവരുടെ ചർച്ചയിലുണ്ടായ കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും, കാരണം നമ്മള് അത്രയും സിനിമകൾ ചെയ്യുകയും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ ചെയ്ത മായാമോഹിനി, പച്ചക്കുതിര, സൗണ്ട് തോമ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ചുരുക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ബിഗിനിങ് തുടങ്ങുകയല്ലേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതിൽ കുറച്ച് കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ ക്യാപ്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ ആ സിനിമയിലേക്ക്, നമ്മൾ അത്ര കാലം ചെയ്ത സിനിമയെ ഒരു നിമിഷം കൊണ്ട് ഓർമ്മിപ്പിക്കാന്ന് പറയില്ലേ, ആ ഓർമ്മപ്പെടുത്തലുണ്ടാക്കിയത് ഇവരുടെ ഇതാണ്. ഷാരിസ്, താങ്ക്സ് എ ലോട്ട്. നിങ്ങളല്ല, സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇച്ചിരി ഓവറാക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിലീപേട്ടൻ്റെ പാട്ടുകളിലൊന്നാണ് തേര് തന്നതിൽ. വളരെ വളരെ ഇമോഷണലായിട്ടാണ് ആ പാട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓവറാന്നറിയാം, രണ്ടുപേരും പാടുകയാണ്, നല്ല ഓവറാന്നറിയാം. എന്നാലും തേരിറങ്ങുകിലേ മഴ തൂവലെന്നു തരുമോ, നോവലിഞ്ഞു മിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാമോ, ഇരുൾ മൂടിയാലും കണ്ണിൽ തെളിയുന്നു ദിലീപേട്ടൻ. പാട്ടോട് എഴുത്ത് മാത്രം വിചാരിച്ചു. താങ്ക് യു. അടുത്ത വേട്ടോ. ഓ, ജനപ്രിയ നായക ജനമനസ്സുകളിലേക്ക് പിന്നെയും തിരിച്ചെത്തിയ സന്തോഷമാണ്. ഓരോ തിയേറ്ററിൽ നടന്ന പ്രേക്ഷകർ അത്രത്തോളം എക്സൈറ്റഡ് ആണ്. ദിലീപേട്ട, ജനപ്രിയ നായകൻ ജനമനസ്സുകളിലേക്ക് പിന്നെ എത്തിയ സന്തോഷമാണ് എല്ലാവർക്കും. തിയേറ്ററുകളിൽ ഇറങ്ങി എല്ലാവരോടും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് ആണ് പഴയ ഒരു ദിലീപേട്ടനെ കാണാൻ സാധിച്ചു. ഹ്യൂമറുകൾ വീണ്ടും പൊട്ടിച്ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ആസ്വദിക്കുക, കുട്ടികളുമായിട്ട് വന്ന് ആസ്വദിച്ച് കണ്ടുപോകാൻ പറ്റുന്ന ഇതേപോലെ ഒരു സോളോ ഹിറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അല്ല, ഹിറ്റുകൾ സംഭവിക്കുന്നതല്ലേ. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും, എല്ലാ കലാകാരന്മാരും, എല്ലാ നിർമ്മാതാക്കളും, എല്ലാ സംവിധായകരും, എഴുത്തുകാരും ചെയ്യുന്നത് ഈ സിനിമ ഹിറ്റാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ എത്ര സിനിമ ഹിറ്റാവും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് ദൈവാനുഗ്രഹവും അതുപോലെ നമ്മളുടെ സമയം, അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം, ഇങ്ങനെ ഒരുപാട് ചേരുവകൾ കൂടുമ്പോൾ ആണ് നമുക്ക് വലിയൊരു ഹിറ്റ് കിട്ടുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വലിയൊരു ആ ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ഈ സിനിമയ്ക്ക് ഒത്തു കിട്ടി. അത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അഭിനയിച്ച 150ാമത്തെ സിനിമയ്ക്ക് തന്നെ അത് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്.